അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മലയാളി താരങ്ങളായ സഞ്ജു സാംസണും കരുൺ നായരെയും ഒഴിവാക്കിയിരിക്കുന്നു. സഞ്ജുവിനെ വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്തതിന്റെ പേരിൽ അവഗണിച്ചപ്പോൾ വിജയ് ഹസാരെ ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തതിനാൽ കരുൺ നായരെയും ഇന്ത്യൻ സെലക്ടേഴ്സ് പരിഗണിച്ചില്ല. ഇന്ത്യയുടെ സെലക്ടർമാർ ചാമ്പ്യൻസ് ട്രോഫി ടീം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ആഭ്യന്തര ലീഗുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കളിക്കാർക്ക് മുൻഗണന എന്ന് പറഞ്ഞിട്ട് ടീം സെലക്ട് ചെയ്തപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഒഴിച്ചാൽ 2023 വേൾഡ് കപ്പ് ടീമിനെ തന്നെയാണ് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏകദിന ആഭ്യന്തര ലീഗായ വിജയ് ഹസാരെ ട്രോഫിയിൽ 7 കളികളിൽ നിന്നും 5 സെഞ്ചുറി അടക്കം കരുൺ നായർ അടിച്ചുകൂട്ടിയത് 752 റൺസ്. കരുണിന്റെ വമ്പൻ തിരിച്ചുവരവ് കണ്ടില്ല എന്ന് നടിക്കാൻ സാക്ഷാൽ ക്രിക്കറ്റ് ദൈവത്തിന് പോലും സാധിച്ചില്ല. കരുണിന്റെ സ്ഥിരതയാർന്ന പ്രകടനത്തെ സച്ചിൻ അഭിനന്ദിച്ചപ്പോൾ ഇന്ത്യൻ സെലക്ടേഴ്സ് പുറംകാലം കൊണ്ട് ചവിട്ടി പുറത്താക്കി. ഏകദിനത്തിൽ പന്തിനേക്കാൾ മികച്ച ആവറേജുള്ള സഞ്ജുവിനെ ഒഴിവാക്കിയത് ആഭ്യന്തര ലീഗ് കളിക്കാത്തതിന്റെ പേരിൽ. കേരള ക്രിക്കറ്റ് ബോർഡ് സഞ്ജുവിനെതിരെ തിരിഞ്ഞത് അദ്ദേഹത്തിന് തിരിച്ചടിയായി. വിജയ് ഹസാരെ ട്രോഫി ക്യാമ്പിൽ നിന്നും കാരണം കാണിക്കാതെ സഞ്ജു വിട്ടുനിന്നത് കേരള ക്രിക്കറ്റ് ബോർഡിനെ ചൊടിപ്പിച്ചു. കാരണം കാണിക്കാതെയാണ് സഞ്ജു വിട്ടുനിന്നത് എന്ന് BCCI അവർ അറിയിക്കുകയും ചെയ്തു. ഇത് തിരിച്ചടിയായെങ്കിലും സഞ്ജു ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഏകദിനത്തിൽ ആളിക്കത്തിയതൊന്നും സെലക്ടർമാർ കണ്ണു തുറന്ന് കണ്ടതുമില്ല. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ ഗില്ല്, കോഹ്ലി, ജയ്സ്വാൾ, ശ്രേയസ് അയ്യറും ഓൾറൗണ്ടേഴ്സായി ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദറും വിക്കറ്റ് കീപ്പേഴ്സായി KL രാഹുലും പന്ത് വിടം പിടിച്ചപ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കുൽദീപ് യാദവ്, ഹർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി എന്നിവർ ഇടം നേടി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ടീം വെച്ച് ചാമ്പ്യൻസ് ട്രോഫി നേടാൻ ഇന്ത്യക്ക് സാധിക്കുമോ? സഞ്ജുവിനെയും കരുൺ നായരെയും ഒഴിവാക്കിയത് മനഃപൂർവ്വമോ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.